ഞാൻ പഠിച്ച ഹോമിയോപ്പതി എന്ന് പറയുന്ന ആ ചികിത്സാ വിഭാഗം അതൊരു ഞാനും കണ്ടിട്ടുണ്ട് കുറെ ഹോംനേഴ്സുമാരെ കപടശാസ്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരു 5-8 വർഷം മുന്നേ അത് ഉപേക്ഷിച്ചിട്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും പറഞ്ഞതുപോലെ നീ പിന്നീട് ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ കത്തിവെച്ചിട്ടില്ല. അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആ സംഗതി പഠിക്കാൻ പറ്റും. BHMS എന്ന് പറയുന്ന സംഗതി കപടശാസ്ത്രമാണ്. ആയുഷ് എന്ന് പറയുന്ന സാധനം തന്നെ ഒരു കപടശാസ്ത്രമാണ്. അതിലേക്ക് ആര് പോകരുത് എന്ന് വിദ്യാർത്ഥികളെ ഇവിടെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം. ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞപ്പോ നാവിന് ഇത്രയും നീളമുള്ള യക്ഷിയാണെന്ന് അല്ല കക്ഷിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ എത്രയൊക്കെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഈ പറയുന്ന കപടശാസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത്. നീ എത്രയൊക്കെ വളച്ചൊടിച്ചാലും എത്രയൊക്കെ കള്ളം പറഞ്ഞാലും നിയമം നിന്നെ രക്ഷിച്ചെടുത്താലും എന്ന കുറ്റത്തിൽ നിന്ന് കുളിച്ചൂടാനാവില്ല. കാരണം ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഇനിയിപ്പോൾ ചൈനയിൽ അവിടെ 10 വർഷം ഇരുന്ന് തലകുത്തിന്ന് പഠിച്ചെന്ന് പറഞ്ഞാലും അത് കപടശാസ്ത്രമാണ്. കപടശാസ്ത്രം എന്ന് പറഞ്ഞാൽ സ്യൂഡോ സയൻസ്. അത്രയ്ക്ക് പേടിയാണോ? അത് ശാസ്ത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നിൽക്കും, എന്നാൽ അതിനകത്ത് യാതൊരു തെളിവുകളും ഇല്ല. അത് ഫലിക്കുമെന്നുള്ളതിന് ഒരു തെളിവും ഇല്ലാത്ത സാധനമാണ് കപടശാസ്ത്രം എന്ന് പറയുന്നത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. അക്യുപങ്ചർ, അക്യുപ്രഷർ എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്ന പല സാധനങ്ങളുണ്ട്. ഒക്കെ ഒരേ സാധനത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറ. ഇല്ലാ കഥകൾ ഉണ്ടാക്കി ഇവിടെ താമസത്തിന് പറ്റിയല്ലെന്ന് വരുത്തി തീർത്ത് മുങ്ങാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. എന്തൊക്കെ ആയാലും ആ സാധനത്തിന് ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയും ഇല്ല. 0 ആണ് അടിത്തറ എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ വശം. അവൻ പണ്ട് മുതലേ ഇങ്ങനെ ഓരോന്നും സങ്കല്പിക്കും. ഇനി ഇവിടെ പറയുന്നു ഈ സംഗതി, ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് സമയമായാൽ മരിക്കുമെന്നാണ് പറയുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അക്യുപങ്ചറായിട്ട് നടക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കളിയാക്കൊന്നും വേണ്ട, നിങ്ങളുടെ പുന്നാര സഹോദരൻ ഒരു കേസെങ്കിലും കിട്ടിക്കോട്ടെന്ന് കരുതിട്ടാ. എന്നാ പിന്നെ അക്യുപങ്ചറിന്റെ ആവശ്യമില്ലല്ലോ. ആർക്കെങ്കിലും മഞ്ഞപ്പിത്തൊക്കെ വരുമ്പോൾ അങ്ങ് മാറ്റി വെക്കുക, പായ വിരിച്ച് അവിടെ കിടത്തുക. സമയമാകുമ്പോൾ അവർ ജീവിക്കുക, എഴുന്നേക്കുക, എണീറ്റ് ഓടുക, മരിക്കുക, എന്തുവേണേലും ചെയ്യട്ടെ. അല്ല നീ പറ, മരിക്കാതിരിക്കാലെ ചികിത്സ എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ പിന്നെ നിങ്ങൾ ഈ പണിക്ക് നിൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. മണ്ണാങ്കട്ടയാണ്, അത് കപടശാസ്ത്രമാണ്. ഓക്കെ, കപടശാസ്ത്രമാണ്, അത് തെളിയിച്ചു തരാം. ഒന്നാമത് ഇദ്ദേഹത്തിന്റെ കാര്യം ഇദ്ദേഹം ഹോമിയോപതി പഠിച്ച് ഹോമിയോപതി മനസ്സിലായിട്ടില്ല. അപ്പൊ ചുരുക്കത്തില് നാട്ടുകാരെ കൊണ്ട് എന്റെ അമ്മയ്ക്ക് പറയിപ്പിക്കലാ നിങ്ങൾ ഈ ചെയ്യണത്. അറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ഒന്നാമത് ഇദ്ദേഹത്തിന്റെ കാര്യം ഇദ്ദേഹം ഹോമിയോപതി പഠിച്ച് ഹോമിയോപതി മനസ്സിലായിട്ടില്ല. മുതലെടുക്കണേണ സജി. അത് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ഓക്കെ, ഏതായാലും അദ്ദേഹത്തെ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഇത് ബാക്കിയുള്ള ആളുകൾക്ക് സംസാരിക്കാൻ അവസരം തരുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം സംസാരിക്കട്ടെ. ഓക്കെ, അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം സംസാരിക്കട്ടെ. ഇത് ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ തൃപ്തിയായില്ലടാ. വലിയ ബുദ്ധിമുട്ടാണ്. ശരി, ഇതൊരു സൂം കണക്ഷൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യാൻ പറയാ. താങ്കൾക്ക് തിരികെ വരാം. പക്ഷെ അങ്ങാടി തോറ്റ അമ്മയോടൊന്ന് കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഗതി. അത് ശരി, അപ്പൊ നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണല്ലേ? ഇത്രയും വലിയ ചെറ്റകളെ സുഖിക്കാൻ വിട്ടിട്ടാണ് ഈ നിസ്സാരക്കാരായ ഞങ്ങളുടെ പുറകെ സാർ നടക്കുന്നത്.